ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുന്ന ഒരു ഷുഗർ ഉള്ളവർക്കൊക്കെ കേക്ക് കഴിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടാവില്ലേ? അവർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്കായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക്, നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. പിന്നെ ഇതിലേക്ക് മുട്ട വേണ്ട, പഞ്ചസാര വേണ്ട, ബീറ്റർ വേണ്ട, ഒന്നിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഈസിയാണ് റെഡിയാക്കി എടുക്കാനും വേണ്ടിയിട്ട്. ആദ്യം നമുക്ക് ബട്ടർ മിൽക്ക് റെഡിയാക്കി എടുക്കണം. ഒരു കപ്പ് പാലിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ട് അത് ആദ്യം നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് കുറച്ച് നട്ട്സുകൾ, അണ്ടിപ്പരിപ്പ്, ബദാം, വാൾനട്ട്, അതുപോലത്തെ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ എടുക്കാം കേട്ടോ. അതെല്ലാം ഓരോ ടേബിൾ സ്പൂൺ വീതം കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ടൈപ്പ് റൈസിൻസ്, മുന്തിരി ഉണ്ടല്ലോ, ഉണക്കമുന്തിരി, ബ്ലാക്കും എടുത്തിട്ടുണ്ട്, മറ്റേ നോർമൽ മുന്തിരി എടുത്തിട്ടുണ്ട്. പിന്നെ ഈത്തപ്പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതെല്ലാം ഓരോ ടേബിൾ സ്പൂണും വീതം എടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് അവിടെ മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗളിലേക്ക് 1/2 കപ്പ് ശർക്കര പൊടിച്ചതാണ് കേട്ടോ. ശർക്കര പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അത് 1/2 കപ്പ് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1/4 കപ്പ് മെൽട്ടാക്കി എടുത്തിട്ടുള്ള ബട്ടർ അത് ചെറിയ ചൂടോട് കൂടെ തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നാൽ ശർക്കരയ്ക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് മെൽറ്റായി കിട്ടും. ഇതുപോലെ വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. 1/4 കപ്പ് ബട്ടറാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലും യൂസ് ചെയ്യാം. പിന്നെ അതിലേക്ക് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ബട്ടർ മിൽക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. 1 കപ്പ് അത് ഇതിലേക്ക് ഈ ഒരു സമയത്ത് അങ്ങ് ചേർത്തിട്ട് വിസ്ക് വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത്. ഇതിന് വിസ്ക് മസ്റ്റാണ് കേട്ടോ, എന്നാലും നമുക്ക് കറക്റ്റായിട്ട് കട്ടയില്ലാണ്ടൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഒരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് 1/4 കപ്പ് ഗോതമ്പ് പൊടിയാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 2 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുക. നമ്മളിതിലേക്ക് എഗ്ഗ് ഒന്നും ചേർക്കാത്തതുകൊണ്ട് ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ വിസ്ക് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അരിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മളിതിലേക്ക് വാനില എസൻസ് ഒന്നും ചേർക്കുന്നില്ല. അതിലേക്ക് പട്ട പൊടിച്ചത് ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് പ്രത്യേക ഒരു ഫ്ലേവർ കൊടുക്കട്ടോ ഈ ഒരു കേക്കിന്. അപ്പോൾ പട്ട പൊടിച്ചതും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഇതുപോലെ നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. സ്പാച്ചുല വെച്ച് ചെയ്യാതിരിക്കായിരിക്കട്ടോ നല്ലത്. കട്ടയില്ലാണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വിസ്ക് വെച്ചിട്ട് തന്നെ ഇതുപോലെ കട്ടയില്ലാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല സ്പീഡിൽ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ല സ്മൂത്തായിട്ടുള്ള ഒരു ബാറ്ററാക്കി കിട്ടണം. ഈ രീതിയിലായിട്ട് നമ്മുടെ ബാറ്റർ കിട്ടണം കേട്ടോ. ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി നമുക്കതിലേക്ക് ആദ്യം നമ്മൾ മാറ്റി വെച്ചിട്ടില്ലേ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സ്പാച്ചുല വെച്ചിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മൾ ഇതുപോലെ ഈ ഒരു ഗോതമ്പ് പൊടിയിൽ കോട്ട് ചെയ്തുകൊണ്ട് തന്നെ അത് എല്ലാ ഭാഗത്തേക്കും ഈവൺ ആയിട്ട് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് നമ്മുടെ ഈ നട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സൊക്കെ കിടക്കും കേട്ടോ. ഈ രീതിയിൽ ചെയ്തെടുത്തുകൊണ്ട് അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്ന് ഞാൻ ഇതുപോലെ ഒരു ലോഫ് പാനിലാട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിലേക്ക് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഈ ഒരു തിക്നെസ്സിൽ തന്നെ വേണം കേട്ടോ, എന്നാലും നമുക്ക് കറക്റ്റ് ഇടാം. അപ്പോൾ ഞാൻ പറഞ്ഞ അളവ് കറക്റ്റായിട്ട് അതേപോലെ അങ്ങ് എടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു മുകളിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് മുകളിലേക്ക് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഓവനിലും ബേക്ക് ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നോർമൽ കേക്ക് ബേക്ക് ചെയ്യൂലേ പാനിൽ ഇറക്കി വെച്ചിട്ട്, അങ്ങനെയും ചെയ്തെടുക്കാം. ഏതായാലും ആദ്യം പ്രീഹീറ്റ് ചെയ്യണം. പാനാണെന്നുണ്ടെങ്കിലും ആദ്യം ഒരു 10 മിനിറ്റ് ചെറിയ തീയിലിട്ടിട്ടൊന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കണം. ഞാൻ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഓവനിലാട്ടോ ഇത് ചെയ്തെടുക്കുന്നത്. പിന്നെ ഒരു 180 ഡിഗ്രിയിൽ തന്നെ 30 മിനിറ്റ് ആട്ടോ എനിക്ക് ബേക്ക് ചെയ്തെടുക്കാൻ ടൈം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ഓവൻ്റെ ടെമ്പറേച്ചറിനനുസരിച്ച് ഡിഫറൻസ് വരും. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് ഈ ഒരു ബട്ടർ പേപ്പറിൽ നിന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ നല്ല സോഫ്റ്റുമാണ് കേട്ടോ. ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കേക്ക് കഴിക്കാൻ ക്രേവിങ്സ് ഒക്കെ തോന്നുന്ന സമയത്ത് ഹെൽത്തി ആയിട്ട് കഴിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇതെന്തായാലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം കേട്ടോ. ആ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം കൂടെ കഴിക്കുന്ന സമയത്ത് ഈ ഒരു കേക്കിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അതുമാത്രമല്ല നമുക്ക് നല്ല എന്താ പറയുക ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യാം. കാരണം പഞ്ചസാരയില്ല, അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കുകയും ചെയ്യും. ഓയിലിന് പകരം നമ്മൾ ബട്ടറാണ് ചേർത്തിട്ടുള്ളത്. അതുപോലെ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ പേജ് ഫോളോ ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസ് കാണണമെങ്കിൽ ഫോളോ ചെയ്യാൻ മറന്നുപോലെ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. താങ്ക്